വെൽക്കം ടു മൈ ചാനൽ എനിവൺ ക്യാൻ സ്റ്റിച്ച്. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബേസിക് പാറ്റേൺ ആണ് ഉണ്ടാക്കുന്നത്, ബേസിക് ബോഡി പാറ്റേൺ ആണ് ഉണ്ടാക്കുന്നത്. ഈ ബോഡിയിൽ ഓൾട്ടർ ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിവിടെ ഇപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെയാണ്. അതാണ് എൻ എന്ന് എഴുതിയിരിക്കുന്നത് ഷോർട്ട് ഫോമിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബാർബിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർബി. അപ്പോൾ നമ്മൾ നെക്ക് മെഷർമെൻ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നമ്മുടെ കണ്ടോ ഈ ഒരു പോയിൻ്റ് കണ്ടോ, നമ്മളിപ്പോൾ നമ്മുടെ നെക്കിൽ ഫ്രണ്ടിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കുഴി പോലെ കാണാം. രണ്ട് ബോൺ മീറ്റ് ചെയ്യുന്നിടത്ത് ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പോർഷനിൽ ചെറിയൊരു കുഴി പോലെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ തൊട്ട് നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നെക്ക് മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ത്രെഡിൻ്റെ ഹെൽപ്പോടുകൂടെ കാണിക്കുകയാണ്, കാരണം ഇതൊരു വളരെ ചെറിയ ഒരു പോർഷനായ കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ത്രെഡ് വെച്ചിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ ഈ പോയിൻ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരെ എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്ക് മെഷർമെൻറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഷോൾഡർ മെഷർമെൻ്റാണ്. ഷോൾഡർ മെഷർമെൻറ്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് എസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മുടെ ബോഡിയിൽ കണ്ടോ ഈ കഴുത്തിൻ്റെയും ഈ ഒരു പോർഷൻ വരുന്നത് കണ്ടോ, ഇവിടെ ഇങ്ങനെയുള്ള ആ സ്ലോപ്പിൽ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ എടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ വന്ന് ഒരു ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും ഷോൾഡർ വന്നിട്ട് അതിൽ ഏറ്റവും ആ ഒരു പോയിൻ്റില്ലേ ഡ്രോപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു പോയിൻ്റില്ലേ അത് വരെയാണ് നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ എടുക്കണം നമ്മൾ. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ എപ്പോഴും വേറൊരാളുടെ ഹെൽപ്പോടുകൂടി എടുക്കുക മെഷർമെൻറ്റ്സൊക്കെ. അത് നെക്സ്റ്റ് ഫ്രണ്ട് ലെങ്ത്താണ്. ഫ്രണ്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തില്ലേ, ഈ ഒരു പോയിൻ്റ് തൊട്ട് കവർ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതേ പോയിൻ്റ്, ഈ നെക്കിൻ്റെ അതേ പോയിൻ്റ് തൊട്ട് നമ്മുടെ ബോഡിയിൽ റിബ് കേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന റിബ് കേജിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന റിബിലെ ആ റിബ് വരുന്നില്ലേ അതിൻ്റെ തൊട്ടടിയിലായിട്ട് ആ റിബ് തൊട്ട് നിൽക്കുന്ന എവിടെയാണോ അവിടെ വരെ നമ്മൾ അതാണ് നമ്മുടെ ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ബാർബിയുടെ എടുക്കുന്നത് ഈ ഡ്രസ്സിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ലാസ്റ്റ് റിബ് വരുന്നത് അതിൻ്റെ ആ റിബിൻ്റെ അവസാനത്തെ ആ പോയിൻ്റ് എവിടെ എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ബോഡിയിൽ എടുക്കുക, എന്നിട്ടത് എഴുതുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് ലെങ്ത്തും എടുത്തു, ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ലെങ്ത്തും എടുക്കാനുണ്ട്, അതായത് ബാക്ക് പോർഷനിൽ വരുന്നതും എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ടൈ ചെയ്യാനായിട്ട് പറയും അവർ, ഇങ്ങനെ കെട്ടാൻ പറയും. കാരണം എവിടെയാണോ ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കറക്റ്റായിട്ട്, അതായത് അത്രയും അക്യുറേറ്റായിട്ട് മെഷർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണോ ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് അതേ സെയിം ഇതിൽ ബാക്ക് ലെങ്ത്ത് കിട്ടാനാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലെങ്ത്തിൽ നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു കുഴിയിൽ നിന്ന് ആ ഒരു പോയിൻ്റിൽ നിന്നാണ് എടുത്തത്. ബാക്ക് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബോൺ കിട്ടും, ഒരു ചെറിയൊരു ബോൺ പൊന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ പോയിൻ്റ് തൊട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് ലെങ്ത്ത് എടുത്തില്ലേ അതിൻ്റെ നേരെ വരുന്ന ബാക്കിൽ എത്രയാണോ വരുന്നത് ഇവിടെ തൊട്ട്
ഞാൻ നൂല് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ പിടിച്ചിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേ പോയിന്റിൽ നിന്ന് നമ്മുടെ എവിടെയാണ് ആ ബോൺ വരുന്നത് അതേ പോയിന്റിൽ നിന്ന് ഫ്രണ്ട് ലെങ്ത്തിൽ എത്രയാണോ എടുത്തത് അത് കറക്റ്റ് ബാക്കിൽ അത്രയും തന്നെ ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും എടുക്കുമ്പോൾ എപ്പോഴും ബാക്ക് ലെങ്ത് ആയിരിക്കും കൂടുതൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നെക്കിൻ്റെ ഇവിടെ വരുമ്പോൾ കുറച്ചൊരു പോർഷൻ കൂടുതലല്ല ഇവിടെ വരുന്നത്. അതായത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നുള്ളൂ. പക്ഷേ ബാക്ക് നെക്ക് വരുന്നത് ഇവിടെയാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ മേലെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ കാൽക്കുലേഷനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. എങ്ങാനും നിങ്ങൾക്ക് ഫ്രണ്ട് ലെങ്ത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് തെറ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ബാക്ക് ലെങ്ത് ആയിരിക്കും കൂടുതൽ വരിക. അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി വേണ്ടത്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലെങ്ത് എടുത്തു കഴിഞ്ഞു, ബാക്ക് ലെങ്ത്തും എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഫ്രണ്ട് എക്രോസ് ആണ്. ഫ്രണ്ട് ലെങ്ത് വെച്ചിട്ട് ഫ്രണ്ട് എക്രോസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ഈ ബാർബിയുടെ ഈ നമ്മുടെ കൈ നോക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് അല്ലേ, ഈ ബോഡി ഇതും തമ്മിൽ മുട്ടുന്ന ഈ ഒരു പോർഷൻ വരുന്ന. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് തൊട്ട് ഈ അടുത്ത കൈയുടെ അതേ പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റാണ് നമ്മുടെ ഫ്രണ്ട് എക്രോസ് എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് എക്രോസ് എടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ മെഷർ ചെയ്തിട്ട് എഴുതുക എത്രയാണെന്നുള്ളത്. അതിനുശേഷം ബാക്കും ഇതുപോലെ തന്നെ ഇതേ പോയിൻറ്റിൽ ഈ കൈ തൊട്ട് ഇവിടെ വരെ എത്രയാണെന്നുള്ളത് എടുക്കുക. ഉണ്ടോ? അപ്പോൾ അതാണ് ബാക്ക് എക്രോസ് വരുന്നത്. ഞാനെപ്പോഴും മെഷർമെൻറ്റ്സ് എടുക്കാറുള്ളത് സെൻറ്റിമീറ്ററിലാണ്, ഇഞ്ചിനേക്കാളും. നിങ്ങൾ ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ മെഷർമെൻറ്റ്സ് സെൻറ്റിമീറ്ററിലായിരിക്കും പറയുക. അപ്പോൾ തെറ്റിപ്പോകരുത്. നിങ്ങളിപ്പോൾ ഇഞ്ചിലാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സ് ഇഞ്ചിൽ തന്നെ എടുക്കുക. ഇൻ ബിറ്റ്വീൻ കൺഫ്യൂഷൻ വരരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സെൻറ്റിമീറ്ററിലാണ് ഞാൻ എടുക്കുന്നത് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് എക്രോസും ബാക്ക് എക്രോസും കണ്ടു. ഇനി അടുത്ത് വരുന്നത് ബെസ്റ്റാണ്. ഫുൾ സർക്കിൾ ഫ്രണ്ട്സാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ആളുകളെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തണം. കണ്ടോ? ഇപ്പോൾ നമ്മൾ ബെസ്റ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ബെസ്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഈ വിരലുണ്ടല്ലോ, ഈ ബസ്റ്റിൻ്റെ ഇടയിലുള്ള പോയിൻറ്റിലാണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ബാർബിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാണിച്ചു തരാനായിട്ട്, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ബെസ്റ്റിൻ്റെ ഹൈയസ്റ്റ് പോയിൻ്റ് കൂടെ നമ്മുടെ ടേപ്പ് കടത്തി വിടണം. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് നിർത്തണം. ഒരിക്കലും ഇങ്ങനെയൊന്നും പിടിച്ചെടുക്കരുത്, അപ്പോൾ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കൈ ഇവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ബാർബിയുടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ജസ്റ്റ് അത് കുറച്ചുകൂടി ഇതായിട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ടേപ്പ് എപ്പോഴും നമ്മുടെ ഹയസ്റ്റ് പോയിൻറ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവണം. പിന്നെ എപ്പോഴും നമ്മൾ ഈ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ കറക്റ്റ് ഇന്നർ വെയേഴ്സ് നമ്മൾ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്നത്, പാഡഡ് ആണോ അല്ലെങ്കിൽ സാധാരണ ബ്രേസിയർ ഏതാണോ നിങ്ങൾ യൂഷ്വലി എടുക്കുന്നത് അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള എടുക്കാൻ നോക്കുക. ബ്രേസിയറൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോഴാണ് നമുക്ക് പോയിൻറ്റ്സൊക്കെ കറക്റ്റ് കിട്ടുക. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇന്നർ വെയേഴ്സ് എപ്പോഴും കറക്റ്റ് ആക്കിയിട്ട് ഈ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പാഡഡ് ആയിട്ടുള്ള ബ്രാസാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് മാത്രം മെഷർമെൻറ്റ് എടുക്കുക. നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും പാഡഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഏതാണ് എങ്ങനത്തെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആ ഡ്രസ്സിന് ചെയ്യുമ്പോൾ സ്യൂട്ടബിളായിട്ട് എപ്പോഴും മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫുള്ളായിട്ടെടുത്തു. അതുപോലെ തന്നെ ഇനി അടുത്തത് ബെസ്റ്റ് വിഡ്ത്താണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ഏതാണ് വരുന്നത് അതാണ് നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബെസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ബെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മൾ ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെ എത്രയാണ് നോക്കാം. അപ്പോൾ ബാർബിയുടെ വരുന്നത് 2.5 ആണ് വരുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് ബെസ്റ്റ് വിഡ്ത്ത്. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് വിഡ്ത്ത് എടുക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് ബെസ്റ്റ് ഹൈറ്റാണ് വരുന്നത്. നെക്സ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് ബെസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ നമ്മുടെ നെക്ക് മെഷർമെൻ്റ് എടുത്ത അതേ പോയിൻറ്റിൽ നിന്ന് ഇവിടേക്ക് എത്ര വരുന്നു എന്നുള്ളതാണ് ബെസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഇപ്പോൾ ബാർബിയുടെ 2.5 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെയാണ് ബെസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോൾ എന്ന് പറയുമ്പോൾ ഇതല്ല ആം ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഈ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം കൈയുടെ അടിക്കോടെ എടുത്തിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് എത്രയാണ് നമ്മുടെ മെഷർമെൻ്റ് എന്നുള്ളത് എടുക്കുക. ഒരിക്കലും കൈ ഇങ്ങനെയൊന്നും പിടിക്കരുത്. അപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം റൗണ്ടിലെടുക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വരെ എത്രയാണെന്നുള്ളത് എടുക്കുക. അതാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. ദെൻ ആം അറൗണ്ട് എന്ന് പറയുന്നത്. ആം അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണോ നമ്മുടെ സ്ലീവ് ലെങ്ത്ത്, ഡ്രസ്സിൻ്റെ സ്ലീവ് ലെങ്ത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് ഇവിടെ തൊട്ട് 2.5 സെൻറ്റിമീറ്ററിലാണ് സ്ലീവ് ലെങ്ത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2.5 സെൻറ്റിമീറ്ററിൽ എത്രയാണോ വരുന്നത് ആ പോയിൻ്റ് തൊട്ടിട്ട് നമ്മൾ ഇവിടുത്തെ എത്രയാണ് നമ്മുടെ കൈയുടെ വണ്ണം വരുന്നത് എന്നുള്ളത് അതാണ് നമ്മുടെ ആം അറൗണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് ഇവിടെ വരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ പോയിൻറ്റിന് ചുറ്റും എത്രയാണോ നമുക്ക് നമ്മുടെ കൈയുടെ വണ്ണം വരുന്നത് അതിനെയാണ് നമ്മൾ ആം അറൗണ്ട് എന്ന് പറയുക. പിന്നെ നിങ്ങളെപ്പോഴും ഇപ്പോൾ മുട്ടിൻ്റെ ഇവിടെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മടക്കുമ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിരിക്കും. ഇത് ഇങ്ങോട്ട് കയറാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടിയും അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് വരാറുണ്ട്. കറക്റ്റാണ് നിങ്ങൾ ഈ ഒരു പോയിൻറ്റിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒന്നും കൈ മടക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കൈ ഒന്ന് മടക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും കൈയുടെ മൂവ്മെൻറ്റ്സൊക്കെ. സ്ട്രെച്ചബിൾ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വലിയ വ്യത്യാസം വരില്ല, ബട്ട് സ്റ്റിൽ അത് കുറച്ച് ടൈറ്റാക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അവിടെ എടുക്കുമ്പോൾ അപ്പോൾ കുറച്ച് ഒന്ന് മടക്കിയിട്ട് എടുത്തു നോക്കുക. നമ്മുടെ കൈ മടക്കി എത്രയാണോ നമ്മൾ മടങ്ങുന്നത് അത്രയും മടക്കിയിട്ട് നമ്മുടെ കൈ മൊത്തം മടങ്ങുന്നുണ്ടാവും. ബാർബിയുടെ ഇത്രയും മടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത്ര വരെ മടക്കി ആ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുക്കുക, ഈ ഒരു പോയിൻറ്റിൽ മാത്രം. അപ്പോൾ അതാണ് നമ്മുടെ ആം അറൗണ്ട് വരിക. അപ്പോൾ ആം ലെങ്ത്തും എഴുതുക, എത്രയാണ് ആം ലെങ്ത്ത് വരുന്നത്, ആ ലെങ്ത്ത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ പോയിൻറ്റിൽ വെച്ചിട്ട് കൈയുടെ ചുറ്റളവ് എടുക്കുന്നതിനാണ്, ചുറ്റുമുള്ള മെഷർമെൻറ്റ് എടുക്കുന്നതിനാണ് ആം അറൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കുന്നത് വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രണ്ട് ലെങ്ത്ത് എടുത്തില്ലേ അതേ പോയിൻറ്റിൻ്റെ ചുറ്റും എത്രയാണെന്നുള്ളതാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. റിബ് ഗേജ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പോയിൻ്റ് തന്നെ അവിടെ വെച്ചിട്ട് എത്രയാണെന്ന് ചുറ്റും എടുക്കുക, കറക്റ്റായിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മളെ വേസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് എടുക്കാം. ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് കണ്ടോ, ആ പോയിൻറ്റിൽ കൂടെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഹയസ്റ്റ് പോയിൻറ്റിൽ കൂടെ കടത്തി വിട്ട് ഫ്രണ്ടിൽ വന്ന് എത്രയാണെന്ന് നോക്കുക. കണ്ടോ, ഹയസ്റ്റ് പോയിൻ്റിൽ കൂടെയാണ് പോകേണ്ടത്. ഇത് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്. ബാർബീനെ വെച്ചിട്ട് കറക്റ്റായിട്ട് പറ്റുന്നില്ല, കുറച്ച് തന്നെ ചെയ്യുന്നതാണ്.
അപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് കൂടെയാണ് കടന്നു പോകേണ്ടത്. അതാണ് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമ്മൾ ഉള്ളത് W/H എന്ന് കാണുന്നുണ്ട്, അതായത് വേസ്റ്റ് ടു ഹിപ്പ് മെഷർമെൻ്റ് ആണ് ഈ വരുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് വേസ്റ്റ് എടുത്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ റിപ്പിൻ്റെ അതിലെടുത്തു, വേസ്റ്റ് എടുത്തു. അപ്പോൾ ആ പോയിൻ്റ് തൊട്ട് അല്ല, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ആ പോയിൻ്റ് തൊട്ട് നമ്മുടെ ഹയസ്റ്റ് എത്രയാണോ വരുന്നത് ആ പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേസ്റ്റ് ടു ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാ മെഷർമെൻറ്റ്സും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് കറക്റ്റായിട്ട് എടുക്കുക, എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ബോഡീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റായിട്ട് ഈ ബേസിക് ബോഡീസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ